നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പത്തനംതിട്ട ജില്ലയിൽ എന്തുണ്ട് കാണാനായിട്ട് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് ഏറ്റവും മനോഹരമായ, ഏറ്റവും തിരക്കുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് മാറുന്ന വനത്തിനുള്ളിലെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ഒട്ടും പോകാതെ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറുകിട ജലവൈദ്യുത പദ്ധതി കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പത്തനംതിട്ട ജില്ലയിൽ നിന്നും 35 കിലോമീറ്റർ അകലെയായി റാന്നി താലൂക്കിലെ വെച്ചൂച്ചിറ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. 2010 ഈ ജലവൈദ്യുത പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിക്കുന്നത്. 6 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് പെരുന്തേനരുവി ജലവൈദ്യുത പദ്ധതി. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പെരുന്നാട് സബ്സ്റ്റേഷനിലേക്കാണ് എത്തിക്കുന്നത്. പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഈ ഡാം കാണാനായിട്ട് ഒരുപാട് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജലവൈദ്യുത പദ്ധതി ഇവിടെ എത്തുന്നതിന് മുൻപായിട്ട് ഒരുപാട് പ്രാവശ്യം പെരുന്തേനരുവി വെള്ളച്ചാട്ടം കാണാനായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പദ്ധതി ഉണ്ടായതിനു ശേഷം ഇവിടേക്ക് വരുന്നത്. എത്ര മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരവധി ദിവസം എവിടെ ചിലവഴിക്കണം എന്ന കൂട്ടുകാരുടെ നിർദ്ദേശത്തിന് എല്ലാവർക്കും ഒറ്റ മറുപടി ഉണ്ടായിരുന്നുള്ളൂ: പെരുന്തേനരുവി വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവുക. അങ്ങനെ ഞാനും കൂട്ടുകാരും കൂടി പെരുന്തേനരുവി വെള്ളച്ചാട്ടം കാണാനായിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ കാഴ്ചകളുടെ ഒരു വസന്തം തന്നെയാണ് പെരുന്തേനരുവി നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും പെരുന്തേനരുവിയും അതിനോടനുബന്ധിച്ചുള്ള കാഴ്ചകളും കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടം തന്നെയാണ്. വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണെങ്കിൽ പോലും പെരുന്തേനരുവിയെ പുറം ലോകം അധികം ആരും അറിയുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. എന്നാൽ മഴക്കാല സമയത്ത് ഈ ഡാമും ഈ വെള്ളച്ചാട്ടവും കാണാനെത്തുന്നവർ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഈ മനോഹരമായ ദൃശ്യം മാറിയിട്ട് ഒരു ഭീകര രൂപം ഭാവിക്കാനും നമ്മുടെ പെരുന്തേനരുവിക്ക് കഴിയും. ഈ ആറിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് ചതിക്കുഴികൾ നിറയെ പാറക്കൂട്ടങ്ങളാണ്. അതിനാൽ തന്നെ പെരുന്തേനരുവിയുടെ ഭംഗി അല്പം ദൂരെ മാറി നിന്ന് ആസ്വദിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ആറിന് സമീപത്തായിട്ടുള്ള പാറക്കൂട്ടങ്ങളിലും മറ്റും നിന്ന് സെൽഫി എടുക്കുന്നവർ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. കാലൊന്ന് പിഴച്ചു പോയാൽ അപകടം ഉറപ്പാണ്. മഴ ഒരൽപ്പം മാറി നിന്ന സമയത്താണ് ഞാനും കൂട്ടുകാരും പെരുന്തേനരുവിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ചകളും അതിമനോഹരമായിരുന്നു. ഇനി നമുക്ക് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് പോകണമെന്നുണ്ടെങ്കിലോ ഇവിടെ അതിനും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. കാഴ്ചകൾ കാണാനായിട്ട് പെരുന്തേനരുവിയിലേക്ക് വരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത്: പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളോ ഇവിടെ നിക്ഷേപിച്ചിട്ട് പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം ഇനി തിരികെയുള്ള യാത്രയിലാണ്. തിരികെയുള്ള യാത്ര നേരെ പമ്പയിലേക്കാണ് കേട്ടോ. അങ്ങനെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ തീരുന്നില്ല. അങ്ങനെ വനത്തിനുള്ളിലൂടെ മനോഹരമായ കാഴ്ചകളുമൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ യാത്ര തുടരുകയാണ്. പത്തനംതിട്ടയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.